ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളെ റൂമിൽ വന്ന് വേഗം ഉറങ്ങി. സോ ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടുന്ന് എൻ്റർ ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെയാണ് ബെഡുണ്ട്, ഒരു TV ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കബേർഡ് ഉണ്ട്, ലോക്കറും പിന്നെ കെറ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. താഴെ ഒരു ഫ്രിഡ്ജുണ്ട്, മുകളിൽ വേറൊരു ഷെൽഫുണ്ട്. പിന്നെ ഇവിടെ ക്ലോത്ത്സ് ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്നൊരു ഷെൽഫുണ്ട്. ഇവിടെ ഒരു അയൺ ബോക്സ് ഉണ്ട്, അയൺ ടേബിൾ ഉണ്ട്, മുകളിലേക്ക് 2 ഷെൽഫുണ്ട്. ആൻഡ് ഇവിടേക്ക് വരുമ്പം കേർട്ടൻ ഇട്ടിട്ട് ഒരു വലിയ ഗ്ലാസ് പീസാണ്. അങ്ങോട്ടേക്ക് നമുക്ക് മരത്തിൻ്റെ പച്ചപ്പൊക്കെ കാണാം. ആൻഡ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബിൽഡിംഗ് ആണ്. പിന്നെ ബെഡിൻ്റെ അപ്പുറത്ത് ലാംപ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമാണ്. അവിടെയാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. ഞാനൊരു സ്മാർട്ട് വാച്ചും കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ടുഡേ ഐ നീഡ് ടു ട്രാക്ക് ഹൗ മച്ച് സ്റ്റെപ്സ് ഐ ഹവ് ടേക്കൻ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ഗൈസ്, ഹോട്ടൽ ഐബസ്. നൗ ഇതാണ് സോങ്ഷാൻ മോൾ. ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ച് കഴിച്ചിട്ട് വിൽ ഹെഡ് ടു ഫോർട്ട് കാനിങ്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ഗൈസ്, ചൈനീസ് ടെമ്പിളാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ല, ഒരു വ്യാളിയൊക്കെ പോലെ ഒരു സാധനം നിൽക്കുന്നുണ്ട്. ഇതെന്താന്ന് ആക്ച്വലി എന്താന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. ഇവിടേക്ക് ബ്രിജാനെ കൂട്ടിയിട്ട് പോവാം. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു മോളുണ്ട്, പേര് സോങ്ഷാൻ മോൾ. അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്, KFC ഉണ്ട്, സബ്വേ ഉണ്ട്, ബാക്കിയുള്ള എന്തൊക്കെയോ ഷോപ്സ് ഉണ്ട്. 7-Eleven ഉണ്ട്, മുകളിലൊരു വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 7-Elevenൽ പോയിട്ട് കുറച്ച് ഈ സ്നാക്ക് ബാർസ് ഒക്കെ ഇല്ലേ, സ്നാക്ക് ബാർസ്, പ്രോട്ടീൻ ബാർസ് ആൻഡ് ഓൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. 1, 2, 3 എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വിശന്നാൽ എന്തെങ്കിലും കഴിക്കേണ്ടത് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. ഞാനത് ബാഗിലൊക്കെ ഇട്ടു. ഇനി ഞാൻ ബസ് വെയിറ്റിംഗ് ആണ്. ഞാൻ ഭയങ്കര പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ എന്നെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യണം, ഫുഡ് കാനിങ്ങിലൊക്കെ പോയിട്ട് വന്നു. പക്ഷേ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര ക്ലൗഡി ആയിരുന്നു ആൻഡ് വെരി അൺപ്ലസൻറ്റ് വെതറായിരുന്നു. സോ എനിക്കറിയാം ഫുഡ് കാനിങ്ങിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് കാണാനൊക്കെ ഉണ്ടെന്ന്. സോ ഈ ഒരു വെതറിൽ അവിടെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. സോ ഐ ഡ്രോപ്പ് ദ പ്ലാൻ. ഇൻ ബിറ്റ്വീൻ നമ്മുടെ ബുഗീസ് ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോപ്പ് വന്നു. ഓൾ ദീസ് വിക്ടോറിയ സ്ട്രീറ്റ്, ബുഗീസ് ജംഗ്ഷൻ, ബുഗീസ് സ്ട്രീറ്റ്, ബുഗീസ് ക്യൂബ്, ഇതൊക്കെ ഒരു ഭാഗത്ത് വരുന്നതാണ്. കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ ആയിട്ടുള്ള ഈ ഒരു സ്ഥലം കണ്ടില്ല, ബിൽഡിങ്ങിന് മുകളിൽ ബുഗീസ് ക്യൂബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടെയാണ് ബസ് ഇറങ്ങിയത്. ആൻഡ് ഐ വാസ് വാക്കിംഗ് ടു ബുഗീസ് സ്ട്രീറ്റ്. അത് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഈ മോളുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ്. ഈ ഡയറക്ഷൻസിൽ വലിയ പിടിയില്ലാത്ത ആൾക്കാർ ചിലപ്പം വിൽ ബി ലോസ്റ്റ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ബുഗീസ് സ്ട്രീറ്റിൽ വന്നു. ഞങ്ങൾ ഈ മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടില്ലായിരുന്നു. ബുഗീസ് സ്ട്രീറ്റിൻ്റെ അകത്ത് കയറിയിട്ട് മുകളിൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. കുറേ ഡ്രസ്സസ്, ഫുഡ് വെയർസ്, ആക്സസറീസ് ഒക്കെ ആയിട്ട് ഭയങ്കര വിശാലമായിട്ടുള്ളൊരു, ഈ അധോലോകം എന്നൊക്കെ പറയില്ല, അതേപോലെ ഡ്രസ്സസിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ ഭയങ്കര ഒരു വലിയ ഇതാണ്. ഷോറൂംസും ഷോപ്സൊക്കെയാണ് ഇവിടെ ഫുള്ളുള്ളത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളിതുവരെ കാണാത്ത കൈൻഡ് ഓഫ് ഡ്രസ്സസും ഈ കൊറിയൻ ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിന് സൂട്ടാവുന്ന പോലത്തെ ഡ്രസ്സസൊക്കെയാണ്. ഫുള്ള് മൈക്രോ മിനി സ്കേർട്ട്സും അങ്ങനത്തെ എന്താ പറയുക, ഫുൾ ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നമുക്കതൊന്നും വാങ്ങി ഇടാൻ വേണ്ടിയല്ല, പക്ഷേ ജസ്റ്റ് കണ്ടോട്ട് നടക്കാൻ നല്ല രസമാണ് അതൊക്കെ. അങ്ങനെ ഞാൻ അതൊക്കെ കണ്ടു, താഴെ ഇറങ്ങി നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ജാപ്പനീസിലും ഈ ചൈനീസ് വ്ളോഗ്സിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അവരുടെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നല്ല ഫ്രഷ് ആയിട്ടുള്ള കട്ട് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വെക്കും. എന്നിട്ട് അതൊക്കെ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകും. അത് കണ്ടപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് റെക്കോർഡ് ചെയ്തു. ഇവിടെ ഞാൻ ഉച്ച സമയത്ത് വന്നതുകൊണ്ട് അധികം തിരക്കുണ്ടായിട്ടില്ല. അതിന് കുറച്ചും കൂടെ എന്താ പറയുക, ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്കിങ്ങനെ കടകളിലേക്കൊക്കെ ഇങ്ങനെ എന്താണെന്നുള്ളത് കാണിച്ചു തരാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, 2 for $15 എന്നൊക്കെ പറഞ്ഞാൽ ബാഗ്സൊക്കെ $15 2 കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചധികം നല്ല ചീപ്പായിട്ട് തന്നെ കിട്ടും. പിന്നെ സ്വീറ്റ്സും ചോക്ലേറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളും, വാച്ചസ്, ആക്സസറീസ്, ഈ ഫോണിൻ്റെ ആക്സസറീസ്, അതും പിന്നെ ബിസ്ക്കറ്റ്സ്, പിന്നെ അതേപോലത്തെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ താഴെ ഫുള്ള് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ഡ്രസ്സസ് ഉണ്ട്, ഫുഡ് വെയർസ് ഉണ്ട്, ക്രോക്സ്, അങ്ങനെയല്ല ഒറിജിനലല്ല, പക്ഷെ അങ്ങനത്തെ നല്ല ഫുഡ് വെയർസൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കോംഫി ആയിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അത് അത്രയ്ക്ക് കോംഫി ഒന്നും അല്ല, ബട്ട് റീസണബിൾ പ്രൈസിലെല്ലാം അവിടെ ഉണ്ട്. ഞാനങ്ങനെ അവിടെ എല്ലാം കണ്ട് നടന്ന ഒരു ഉച്ച കുറേ സമയമായി. എനിക്ക് ഭയങ്കര വിശപ്പ് വന്നു. ഞാൻ അവിടെ നിന്നിട്ട് ലിറ്റിൽ ഇന്ത്യയിൽ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഞാനിപ്പോൾ ലിറ്റിൽ ഇന്ത്യയിൽ പോയിട്ട്
ലിറ്റിൽ ഇന്ത്യ വന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക, യെസ് നമ്മൾ പ്രേമാസ് ക്വിസിനിൽ വന്നു. ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഈ സ്നാക്ക് ബാസും പ്രോട്ടീൻ ബാസൊക്കെ വാങ്ങി വെച്ചു എന്നല്ലാണ്ട് അതൊന്നും കഴിക്കാനൊരു സന്ദർഭമൊന്നും കിട്ടിയില്ല കേട്ടോ. നമുക്ക് MRT നിന്നും ബസ്സിൽ നിന്നും അത് കഴിക്കാൻ പറ്റില്ല. ആൻഡ് അത് പബ്ലിക് പ്ലേസസിൽ നിന്നും കഴിക്കാൻ പറ്റില്ല. ദാറ്റ്സ് ഹൗ ദേ മെയിൻറ്റെയിൻ ദെയർ നീറ്റ്നെസ്. സ്മെല്ലി സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കുറച്ച് ഹൈജീനായിട്ട് നിൽക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. സോ ആ റൂളൊന്നും നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതൊന്നും കഴിച്ചില്ല. ബട്ട് ഐ വാസ് ഭയങ്കര വിശപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ള ലിറ്റിൽ ഇന്ത്യ ആൻഡ് മോസ്റ്റ് കംഫർട്ടബിൾ ആൻഡ് മോസ്റ്റ് കോംഫിയായിട്ട് നമുക്ക് അറിയുന്ന ഒരു സ്ഥലമാണല്ലോ ഈ ഹോട്ടൽ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. വീണ്ടും ഇവിടെ വന്നായിട്ട് നമ്മുടെ ഈ ക്രേവിങ്സ് ഉണ്ടല്ലോ, ഈ കടുക്കയൊക്കെ കഴിച്ചിട്ട് കാലം കുറേ ആയി. ആൻഡ് ദിസ് കല്ലുമ്മക്കായി അതന്നെ അത് ഓർഡർ ചെയ്തായിരുന്നു. ആൻഡ് ബിരിയാണിയൊന്നും കഴിച്ചു കഴിഞ്ഞിട്ടൊന്നും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം ഒരേ അടിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അതൊക്കെ ഞാൻ തീർത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഈ എന്താ പറയുക, കാണുന്ന ബിൽഡിംഗ് കണ്ടില്ലേ, അതാണ് ലിറ്റിൽ ഇന്ത്യ ആർക്കേഡ്. ആൻഡ് നൗ ഐ എം ഹെഡിങ് സ്ട്രെയിറ്റ് ബാക്ക് ടു മൈ റൂം ബിക്കോസ് നല്ല വെയിലായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് എന്താ പറയുക ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. വിശന്നിട്ടാണോ എന്നും അറിയില്ല, അത് രണ്ടും കൂടെ ആയപ്പോൾ നല്ല തലവേദന വന്നു. പിന്നെ ഇപ്പോൾ ബിരിയാണിയും ഒക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായപ്പം ഐ വാസ് സോ ടയേർഡ്. അതുകൊണ്ട് ഇനി എവിടെയും എനിക്ക് പോകാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഐ തോട്ട് ടു ഗിവ് മൈ ബോഡി എ ലിറ്റിൽ റെസ്റ്റ്. അപ്പം ഞാൻ നേരെ റൂം പോയിട്ട് കുറച്ച് കിടക്കും. അപ്പോൾ ബിക്കോസ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് 3:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. പക്ഷേ എന്നാലും ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇനി പുറത്തേക്ക് എന്തിനെങ്കിലും പോകണമെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക വെയിലൊക്കെ താന്നിട്ട് ഈവനിങ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ സൺസെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. 7:30 ഒക്കെ ആകുമ്പോഴേ ഇവിടെ സൺസെറ്റ് ആവുള്ളായിരുന്നു ഈ സമയം ഞങ്ങൾ വന്നപ്പം. അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾ കാണുന്ന ഫുള്ള് ലിറ്റിൽ ഇന്ത്യയുടെ അകത്തു കൂടെയാണ് കേട്ടോ ഈ ബസ് പോകുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ കോമളവിലാസും ശരവണ ഭവനും നമ്മുടെ നാട്ടിലെ വേറെ കടകളുടെ പേരൊക്കെ നിങ്ങൾക്ക് കാണാം. ചോയ അൽക്കാസ് ഉണ്ട്, മലബാർ ഗോൾഡ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും ഒരു 2-3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, 4 കിലോമീറ്ററൊക്കെ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ ഈ ഒരു ലിറ്റിൽ ഇന്ത്യ ഭാഗമാണ്. അത് കഴിഞ്ഞാലേ നമ്മുടെ സിംഗപ്പൂരായിട്ട് നമുക്ക് തോന്നുള്ളൂ. അതുവരെ നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ തന്നെ ഉണ്ടാവും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.